അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോയമ്പ് തുറ വിഭവങ്ങൾ പലതും കണ്ടു. ഇനി ഒരു മെയിൻ കോഴ്സ് വിഭവം വേണ്ടേ? നോയമ്പ് തുറ വിഭവങ്ങളിൽ കൊണ്ട് വയറ് നിറയുമ്പം നമ്മൾ വളരെ കുറച്ച് അരിയാഹാരവും മറ്റും ആഹാരങ്ങൾ കഴിക്കുള്ളൂ. കുട്ടികളാണെങ്കിലും വളരെ കുറച്ച്, പക്ഷേ അതും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പുലാവ് ഉണ്ടാക്കാം. പുലാവ് സോസേജ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പമാവും, വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് അരിക് കട്ട് ചെയ്തത് ഇതുമാതിരി. അപ്പോൾ അധികം എരിവ് ഇറങ്ങില്ല. പിന്നെ കുറച്ച് പുതിന എടുത്തിട്ടുണ്ട്. പുതിന ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. എൻ്റെ വീട്ടിൽ കുറച്ചും കൂടി എടുക്കുന്നതാണ്. അപ്പോൾ പുതിന എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസേജ് ഉണ്ട്. പിന്നെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ വിശന്നിരുന്ന വയറാണ്. പെട്ടെന്ന് നമ്മളിത് മസാലയെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന ഗരം മസാല എന്ന് പറയുന്നത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 2 പിഞ്ച് ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഇടുന്നത് നല്ലതാണ്. ഇതൊക്കെ വയറിന് നല്ല സാധനങ്ങളാണ്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോയമ്പിനായതുകൊണ്ട് കുരുമുളകും ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടുതലാക്കാം, അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പ്, 1 ഏലയ്ക്ക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പുലാവിന് എടുക്കുന്നത്. വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളും ഞാനൊരു അര കിലോ അരിക്കുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 2 നാഴി അരി എടുത്തിട്ടുണ്ട്. 1/2 കിലോയും 1 പിടിയും, 3.5 നാഴിയാണ് 1 കിലോ അരി. ബാസ്മതി അരി എടുത്ത് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇതും കുറച്ചെണ്ണ കുറച്ച് നെയ്യുമായിട്ട് ചേർത്ത് നമുക്ക് നല്ലൊരു പുലാവ് ഉണ്ടാക്കി ഇന്ന് നോയമ്പ് തുറയ്ക്ക് അതും കൂടി വയ്ക്കാം. അപ്പോൾ എല്ലാവരും വരൂ. എണ്ണയും കുറച്ച് നെയ്യും. നെയ്യ് ആദ്യം ഇട്ടാൽ കുറച്ചത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എണ്ണയിട്ടു, അത് കഴിഞ്ഞ് നെയ്യിട്ടു. ഫ്ലെയിം വളരെ കുറയ്ക്കണം. അത് മെൽറ്റായി ഒരുവിധം ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ഹോളായിട്ടുള്ള ഗരം മസാല എല്ലാം അതിനകത്തിടാം. തെറിക്കും, പൊട്ടിത്തെറിയെല്ലാം ഉണ്ടാവും, അത് സൂക്ഷിക്കണം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഫ്ലെയിമും അപ്പോഴ് തന്നെ അണയ്ക്കുകയും വേണം. ഇത് ഇട്ടുടനെ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴേക്കും അത് പൊട്ടാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് അണയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ സവാള ഇടുമ്പോൾ സവാള കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 2 പച്ചമുളക്, കുറച്ച് പുതിന. അപ്പം അടുത്തതായിട്ട് നമുക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചി അരച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള അധികം ഒരുപാട് വഴന്ന് വരണ്ട, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതുവരെ നമുക്കിതൊന്ന് സോട്ടേ ചെയ്യാം. ഇതിനകത്ത് നല്ലൊരു അരോമ വന്ന് തുടങ്ങുന്നു. സവാള ഒന്നുകൂടി വഴണ്ടി കഴിയുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നോയമ്പ് തുറയും അത് കഴിയുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു വല്ലാണ്ട് വിശപ്പുള്ള സമയത്ത് ഇത് ചൂടോടെ വിളമ്പുക.
ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിൽ സവാള ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഈ ഒരു വഴന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, നമുക്ക് പുലാവായതുകൊണ്ട് തന്നെ അധികം വേണ്ട, ഒരു 1.25 ടീസ്പൂൺ നിറയെ എടുത്ത് നമുക്കിതിൽ ചേർക്കാം. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. പക്ഷേ മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, സ്മെല്ലെല്ലാം മാറിപ്പോവും. ഒരുപാട് ബ്രൗൺ ആവുകയും വേണ്ട. അപ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ ഒരു വളരെ വ്യത്യാസമുള്ളൊരു സ്മെല്ലായിരിക്കും. കുറച്ചൊന്ന് വഴണ്ടി കഴിയുമ്പോൾ അതിനൊരു പ്ലസൻറ്റ് സ്മെല്ലുണ്ടാവും. ആ ടൈമിൽ ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പക്ഷേ ഇത് നോയമ്പ് സമയത്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വയറ്റിലേക്ക് പോകുന്ന വളരെ നല്ലതാണ്. ഗ്യാസിനും മറ്റുമൊക്കെ വളരെ നല്ലതാണ്. സോസേജ് അപ്പോൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കാം ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്കും ഒന്നും നമുക്ക് വിഘ്നം വരുത്തില്ല. പെട്ടെന്നുണ്ടാക്കി നമ്മുടെ ജോലി തീർത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സലാഡോ, തൈര് സലാഡോ, അച്ചാറോ ഉണ്ടാക്കി ഒരു പപ്പടമോ മറ്റോ കാച്ചി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആഹാരമായി കഴിയും. ഈ സോസേജിനെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ സോസേജിനൊരു പൊരിഞ്ഞ എഫക്റ്റ് ഉണ്ടാവും. ഫ്ലെയിം എപ്പോഴും സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതാണ്ട് അരുകെല്ലാം കരി പിടിച്ച് വരും. അത് വളരെ സൂക്ഷിക്കുക, അടുത്തുനിന്ന് മാറാതെ ഇരിക്കുക. സോസേജ് ഒന്ന് വരണ്ട് വരുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടേണ്ടി ഇതിനകത്ത്. സോസേജിൻ്റെ ഉപ്പുണ്ട്, പക്ഷേ അത് കൂടാണ്ട് കുറച്ച് ഉപ്പിടണം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ സവാളയിലും മറ്റും ആ ഉപ്പ് നന്നായിട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമെന്നാണ് കണക്ക്. മിക്കവാറുമുള്ള അരികൾക്ക് അങ്ങനെയാണ്. ചില അരികൾക്ക് ചിലപ്പം കുറച്ച് മതിയാവും, അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത ശേഷം പിന്നെയും നമ്മൾ ഉപ്പ് ചേർക്കണം. കാരണം അരി ഇടുമ്പോഴേക്കും അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കാൻ അനുവദിക്കാം. നോയമ്പ് സമയത്ത് ഉപ്പിടുന്നത് ഒരു വലിയ കല തന്നെയാണ്. ഒരുപാട് വീട്ടമ്മമാർ ടേസ്റ്റ് ചെയ്യാതെ തന്നെ ഉപ്പിടും. ഉപ്പ് കറക്റ്റുമായിരിക്കും. അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു വലിയ മികവ്. ബാച്ചിലേഴ്സിനും ഉണ്ടായിരിക്കും ഈ കഴിവ് കേട്ടോ, തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഇത് തിളയ്ക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി അരമണിക്കൂർ കുതിർത്തിയ അരിയാണ്, ബസ്മതി അരിയാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വെള്ളമില്ലാതെ വേണം ഇതിലിടാനായിട്ട്. ഉപ്പ് നമ്മൾ കറക്റ്റിന് ഇട്ടിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റായിരിക്കണം. നോയമ്പ് പിടിക്കുന്ന വീട്ടമ്മമാർ കറക്റ്റായിട്ട് ഇടാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ആരെങ്കിലും കൊണ്ടോ ഉപ്പ് നോക്കിക്കാം. ഇത് 2 നാഴി അരിയാണ്. അപ്പോൾ 2 നാഴി അരിയിൽ ശരിക്കും 4 പേർക്ക് കഴിക്കാവുന്നതാണ് കണക്ക്. പക്ഷേ ഇത് നമുക്ക് നോയമ്പായതുകൊണ്ട് ഇതിൽ ഫാമിലിക്ക് മൊത്തം ഇത് മതിയാവും. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട്, ഒരുപാട് ഇളക്കരുത് കാരണം അത് ഒടിഞ്ഞു പോവും. അതുകൊണ്ട് സൈഡൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഒരല്പം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് കറക്റ്റ് വേവായിട്ട് ആ ദമ്മായിട്ട് വരും. പക്ഷേ നമ്മുടെ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കണം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കുക, ഫ്ലെയിം അണച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചൂട് പറക്കുന്ന സോസേജ് പുലാവ് റെഡിയാണ്. കണ്ടോ, അരിയെല്ലാം നല്ലതായിട്ട് വെന്ത് സോസേജും എല്ലാം വെന്തിട്ടുണ്ട്. ഇതിന് വേണേൽ മഞ്ഞൾ ചേർക്കാം, പക്ഷേ എനിക്ക് മഞ്ഞൾ ചേർക്കാതാണ് നല്ലതായിട്ട് തോന്നുന്നത്. അപ്പം ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ആവി പറക്കുന്ന പുലാവ് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ മാസ്റ്റർ പുലാവ്, ആവി പറക്കുന്ന താരം റെഡിയായിട്ടുണ്ട്. ചൂട് പുലാവ്, സോസേജ് പുലാവ് വളരെ ടേസ്റ്റിയാണ്, എളുപ്പം ഉണ്ടാക്കാം, പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നോയമ്പ് തുറ വിഭവങ്ങളിൽ ഇതൊരു നല്ല സ്ഥാനം പിടിക്കട്ടെ എന്ന് റമദാൻ നല്ലൊരു സമാധാനമുള്ള സന്തോഷമുള്ള റമദാനും ആശംസിച്ചുകൊണ്ട് റമദാൻ കരീം.